ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ ക്ലിക്കോഡിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുനന്ദ സുഭാഷേട്ടന്റെ വീട്ടിലേക്ക് വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതിന്റെ മുമ്പ് നമ്മളെ ധനശേഖരൻ വന്നിട്ട് ലളിതയ്ക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെ സുനന്ദ സുഭാഷേട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ലളിതയ്ക്ക് നെഞ്ചു പിടച്ചതും ടെൻഷൻ അടിച്ചതും ഒക്കെ ധനശേഖരനോട് ഷെയർ ചെയ്യുന്നുണ്ട്. ധനശേഖരനും തിരിച്ച് അതുപോലെ തന്നെ പറയുന്നുണ്ട് കേട്ടോ, എനിക്കും എൻ്റെ നെഞ്ചിടിക്കുകയായിരുന്നു അവൾ വരുന്നത് വരെ എന്നൊക്കെ. ആ സമയത്താണ് സുനന്ദ ഒരുങ്ങി വരുന്നത് കാണുന്നത്. നിനക്ക് നാളെയല്ലേ വീട്ടിലേക്ക് പോകാനുള്ളത്, നീ എന്തിനാ അതിന് ഇന്ന് തന്നെ ഒരുങ്ങി നിൽക്കുന്നതെന്ന് ലളിത ചോദിക്കുന്നുണ്ട്. അപ്പം സാധാരണ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിന്റെ മുഖത്ത് അതൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അന്നേരം സുനന്ദ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മയും കാലങ്ങളായിട്ട് എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് നല്ലൊരു കുടുംബത്തെയല്ലേ, പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം എന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഒരുങ്ങി നിൽക്കുന്നത് അതിനല്ല, ഞാൻ ഭാസ്കര മാമന്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണെന്ന്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് കലി ഇളകുക കേട്ടോ. നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അശ്വിനും കൂടി ഉണ്ട്. അശ്വിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അമ്മാവിന്റെ വീട്ടിലേക്ക് പോകണം, അവിടേക്ക് വിരുന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഓക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിന്റെ സമ്മതം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിന്റെ കാര്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും സുനന്ദ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ധനശേഖരനും ലളിതയ്ക്കും ദേഷ്യം വന്നിട്ട് അവളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സുനന്ദയാണെങ്കിൽ പിടിച്ച പിടി വിടുന്നില്ല. എനിക്ക് അവിടേക്ക് പോകണം, അവർ വിരുന്ന് വിളിച്ചതാണ്, ഞാൻ ചോദിച്ചതാണ് സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് വൈകുന്നേരം ഞാൻ അശ്വിനിയും കൂട്ടി വന്നോട്ടെന്ന്. സുഭാഷ് ചേട്ടൻ അപ്പം പറഞ്ഞതാണ് രാത്രി ഉണ്ണാൻ ആവുമ്പോൾ വന്നോണ്ടോ, ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാന്ന്. അതിന് എന്ത് തെറ്റാണ്, ഇതിൽ എന്ത് സംസ്കാരം ഇല്ലായ്മയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ അമ്മയോടും അച്ഛനോടൊക്കെ ചോദിച്ച് നമ്മളെ സുനന്ദ തർക്കിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നാണം കെടാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ 3 പേരും സുനന്ദയെ പോവരുത്, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുനന്ദ അതിനൊന്നും സമ്മതിക്കുന്നില്ല. അശ്വിന് ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അശ്വിൻ വരുന്നത്. അവർ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. എന്താണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അശ്വിൻ. അപ്പോൾ അവൾ പറയാണ് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞതാണ്, അപ്പോൾ ഇവർ പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ അച്ഛന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവളെന്തോ നാടകം കളിക്കുന്ന പോലെയാണ് അവൻ്റെ മുന്നിൽ ചെയ്യുന്നത്. കാരണം ഇവർക്കൊന്നും പറയാൻ വയ്യ, അവനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ വയ്യല്ലോ. ആ സമയത്ത് അശ്വിനൊരു കോൾ വന്നിട്ട് അവൻ കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരവും ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നീ പോവരുത് പോവരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ച് ഇവള് ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഇപ്പം നിങ്ങൾ എന്നെ പോകാൻ അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥകളൊക്കെ ഞാൻ ഇപ്പോൾ അശ്വിനോട് തുറന്നു പറയും. എനിക്ക് സുഭാഷ് ചേട്ടനോട് പ്രേമമായിരുന്നു, ഇവിടുത്തെ കല്യാണത്തിന്റെ തലേന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ അശ്വിനോട് പറയും. അവിടെ വന്നിട്ട് നിങ്ങൾ ഡ്രാമ കളിച്ച് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പൂട്ടിയിട്ടതാണെന്നും അങ്ങനെയാണ് ഈ കല്യാണം കഴിഞ്ഞതെന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ പറയണോ മാമ, അച്ഛ, അമ്മയെന്നൊക്കെ നമ്മളെ സുനന്ദ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പേടിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ അശ്വിൻ ഫോൺ കോളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൾ പറയട്ടെ പറയട്ടെ എന്ന് ചോദിക്കുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെ അശ്വിൻ ചോദിക്കുന്നുണ്ട് എന്ത് പറയട്ടെ എന്നാണ് നീ പറയുന്നതെന്ന്. അപ്പോൾ അവരുടെ മാമൻ പറയുന്നത് അതൊന്നുമില്ല, അത് ഞങ്ങളും അവരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഈ ഭാസ്കര മാമന്റെ വീട്ടുമായിട്ട്, ആ പ്രശ്നം എന്താണെന്നുള്ളതാണ് പറയട്ടെ എന്ന് ചോദിക്കുന്നത്. അതൊന്നുമില്ല മോനെ, അത് സ്വത്ത് തർക്കമാണെന്നൊക്കെ പറയുന്നുണ്ട്. വിഷയം മാറ്റുന്നുണ്ട് നമ്മളെ ഗംഗാധര മാമൻ. അപ്പോൾ അന്നേരം അശ്വിൻ പറയുന്നത് അതിനെന്താ, എല്ലാ വീട്ടിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടോന്ന്. എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവർ ഭാസ്കര മാമന്റെ വീട്ടിലേക്ക് പോവട്ടോ. അപ്പോഴേക്കും നമ്മളെ സുഭാഷ് ചേട്ടൻ അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അവർ വരുമ്പോഴത്തേനും ഹോളൊന്ന് തുടയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ആ സമയത്താണ് പിന്നാമ്പുറത്തുനിന്ന് സുഭാഷ് ചേട്ടാ എന്നുള്ള വിളി കേൾക്കുന്നത്. അന്നേരം സുനന്ദ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അശ്വിനെയും കൂട്ടിയിട്ട് അവർ ബാക്കിലൂടെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളെ സുഭാഷ് ചേട്ടൻ പോയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ എന്നും വരുന്ന ഓർമ്മയ്ക്ക് വന്നതാണ് സുഭാഷ് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. നീ കറങ്ങി തിരിഞ്ഞ് മുന്നിലൂടെ വാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മുന്നിലൂടെ വരുന്നുണ്ട്. അന്നേരം അശ്വിൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നിന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു, എന്താ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ബാക്കിലൂടെ കയറി വരുന്നതെന്ന്. അപ്പം അന്നേരം സുനന്ദ പറയുന്നുണ്ട് ഞാൻ ആരും കാണാതെ ബാക്കിലൂടെയാണ് എന്നും വരാറ്, അപ്പം ആ ഒരു ഓർമ്മയ്ക്ക് വന്നതാണ്, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് അവരെ ക്ഷണിക്കുന്നുണ്ട് ഉള്ളിലേക്ക്. ഭാസ്കരമ്മ മാത്രം അവിടെ പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം സുനന്ദ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് ഭാസ്കര മാമൻ, ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. എന്നിട്ട് ഭാസ്കര മാമനോട് അശ്വിൻ നമസ്കാരം പറയുമ്പോൾ ഭാസ്കര മാമൻ എണീറ്റ് വന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും അവരെ ക്ഷണിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് കഥകളൊക്കെ സംസാരിക്കുന്നുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും വേണ്ട നമുക്ക് ഭക്ഷണം എടുക്കാമെന്ന്. അങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് സുഭാഷിട്ടൻ ചോദിക്കുമ്പോൾ അശ്വിനെ ഇല്ല നിലത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് പായൊക്കെ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഇലയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മളെ അശ്വിൻ പറയുന്നത് എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ
പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുനന്ദ പഴയ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെ സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ തന്നെ നല്ല അടിപൊളി സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കിലൂടെ വരുന്നത്. എനിക്ക് എന്നിട്ട് പാത്രത്തിലൊക്കെ ആക്കി സുഭാഷ് ഏട്ടൻ തരാറുണ്ടെന്നൊക്കെ പറയലുണ്ട്. ആ സമയത്ത് സുധീഷും ഹരീഷൊക്കെ ഇതിനാണോ വരുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുനന്ദ വരുന്നത് സുഭാഷ് ചേട്ടനെ കാണാൻ മാത്രമാണ്, അല്ലാതെ വേറെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടല്ലല്ലോ. പക്ഷെ അന്നേരം അതൊന്നും അവർക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഭാസ്കർ മാമൻ എന്തൊക്കെയോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടന് ദേഷ്യം വന്നിട്ട് ഭാസ്കർ മാമനോട് മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിന്റെ അമ്മ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചോ സുനന്ദയെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കര മാമൻ അറിയാലോ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്നത് മാത്രം കേട്ടാൽ മതിയല്ലോ, അങ്ങനെ ഇങ്ങ് പോന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടനോട് കല്യാണത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. നമ്മളെ അശ്വിൻ സുഭാഷ് ചേട്ടന് കല്യാണം ഒന്നും കഴിക്കണ്ടേന്ന്. കഴിക്കണം നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അശ്വിന്റെ ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും ഒക്കെ ഭാസ്കര മാമൻ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മളെ സുഭാഷ് ചേട്ടന് ഇഷ്ടപ്പെടുന്നില്ല ട്ടോ. ഇതൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരു മടിയും കൂടാതെ അശ്വിൻ അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ അശ്വിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അപ്പൊ സുനന്ദ പറഞ്ഞില്ലേന്ന് അശ്വിൻ ചോദിക്കുകയാണ്. അപ്പൊ ഭാസ്കര മാമൻ പറയുന്നുണ്ട് അതൊക്കെ പറയാൻ അവൾക്ക് എവിടെ നേരന്ന്, അവള് വരുന്നത് അതിന് വേണ്ടിയിട്ടല്ലല്ലോ, വേറെ കാര്യത്തിനല്ലെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ അശ്വിൻ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട്, സത്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് നിധി പറയുന്നുണ്ട് അച്ഛനെ ഉദ്ദേശിച്ചത് അവൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന കാര്യമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല ട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അവർ ഭക്ഷണം കഴിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയില്ലേ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ ഇടവരുമോ, ഭാസ്കരനച്ഛൻ എല്ലാം കുളമാക്കി കൈ തരുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.